ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബയോടെക്നോളജീൻ്റെ പ്രിൻസിപ്പിൾസും പ്രോസസ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ എല്ലാ കുട്ടികളും. അപ്പോൾ നമുക്കിതൊരു കുട്ടി ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ അല്ലേ, നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്രധാനമായിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കേ. തെറാപ്യൂട്ടിക്സിൽ അല്ലേ, അതായത് മെഡിസിനൽ ആ ഒരു രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക്സിലുണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അതൊക്കെ നമ്മൾ നോക്കും അല്ലേ. ജനറ്റിക്കലി GMO എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്, ബയോ റെമഡിയേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ, ഇതിലെല്ലാം എന്തുണ്ട്, ബയോടെക്നോളജിക്ക് ഒരുപാട് ബയോടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് കുറേ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറിൽ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അഗ്രികൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് പ്രൊഡക്ഷനാണ് മെയിൻലി ഇവിടെ വരുന്നത്. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആഹാരം വേണമല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഫുഡ് നമ്മൾ ഓരോ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക, അതിൻ്റെ ഈൽഡ് എടുക്കുക, അങ്ങനെയാണ് നമുക്ക് ആഹാരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട്, അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബയോടെക്നോളജി ഉപയോഗിക്കുന്നത്. അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, അപ്പം ഒരു കെമിക്കൽ അഗ്രികൾച്ചർ ആ ഒരു ബേസിലും, പിന്നെ ഓർഗാനിക് അഗ്രികൾച്ചർ, ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ, ഇങ്ങനെ 3 രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അഗ്രോ കെമിക്കൽ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം നമ്മുടെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു അഗ്രികൾച്ചർ മെത്തേഡ്. ആൻഡ് ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എല്ലാം നമ്മളിപ്പം ഓർഗാനിക് സാധനങ്ങളുടെ പുറകെയാണ്. അപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വളമൊന്നും ചേർക്കാതെയുള്ള ഓർഗാനിക്കലി ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ്. ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്രോപ്സും വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഗ്രീൻ റെവല്യൂഷൻ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ സ്വാമിനാഥനാണ്, MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ. അപ്പം ഈ ഗ്രീൻ റെവല്യൂഷന് ശേഷം, അതിന് മുമ്പ് വരെ ഭയങ്കരമായ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെങ്കിൽ, അതിന് ശേഷം എന്തായി, ഒരുപാട് ഈൽഡ് വർദ്ധിക്കാനിടയായി. അതായത് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ക്രോപ്പ് ഈൽഡിൻ്റെ ആ കാര്യത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പട്ടിണി മാറ്റുകയും ഈൽഡ് എന്ന് പറയുന്നത് ഒരു 5 ഇരട്ടി വരെ കൂടാനും ഇതുമായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം അതിന് പ്രധാനമായിട്ട് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ്, എന്തെങ്കിലും രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന, അതായത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ജീൻസ് എല്ലാം കുത്തിവെച്ചിട്ടുള്ള ആ ടൈപ്പുള്ള നമ്മുടെ വിളകളെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്രോപ്സിനെ, അല്ലെങ്കിൽ ഓർഗാനിസംസിനെ, ക്രോപ്സ് മാത്രമല്ല മറ്റ് ഓർഗാനിസംസിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, പ്ലാന്റ്സ് വരുന്നുണ്ട്, ബാക്ടീരിയാസ് വരുന്നുണ്ട്, ഫംഗസ് വരുന്നുണ്ട്, ആൻഡ് ആനിമൽസും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ആൻഡ് GM പ്ലാന്റ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് നമുക്ക് 2018 വലിയൊരു പ്രളയമൊക്കെ ഉണ്ടായി അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് വരൾച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രീം ക്ലൈമറ്റുകളൊക്കെ വരുമ്പോൾ ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വിളകളായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കാറ്റ് വീശുമ്പോഴത്തേക്കും മറിഞ്ഞു വീഴുന്ന വാഴകൾ അല്ലേ, കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നെല്ല്, ഇങ്ങനെ വെള്ളം കയറുമ്പോൾ നെല്ല് കംപ്ലീറ്റ് പോകുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങനെ പല ക്രോപ്സും നമുക്ക് ഇല്ലാതെ ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു GM പ്ലാന്റ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണെങ്കിൽ ഇതിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മെയ്ഡ് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. അപ്പോൾ അബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് എന്താണ്, കോൾഡ് ആവാം, ഡ്രോട്ട് ആവാം, സോൾട്ട് കണ്ടീഷൻ ആവാം, ഹീറ്റ് ആവാം. ഇപ്പോൾ ഇങ്ങനെ പറയുന്ന എല്ലാ കണ്ടീഷനെയും ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് റെഡ്യൂസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്, നമ്മൾ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ഹെൽപ്പ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. എന്താണ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് എന്ന് പറയുന്നത്, നമ്മൾ അത് വിളയെല്ലാം ശേഖരിച്ചതിന് ശേഷം നമ്മൾ കൊയ്യുക, അല്ലെങ്കിൽ ഈ വിളയെല്ലാം പറിച്ചതിന് ശേഷമുള്ള ലോസസും നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്, അതായത് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട്, അതായത് മിനറലിൻ്റെ യൂസേജ് നമുക്ക് കൂട്ടാനായിട്ടൊക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും, അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി
ഇമ്പോർട്ടൻ്റ് അല്ലേ. ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഗോൾഡൻ കളറിൽ കാണപ്പെടുന്ന റൈസാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ റിച്ച് ആണ്. അപ്പോൾ നോർമലി റൈസിൽ വൈറ്റമിൻ എ ഇല്ലെങ്കിലും ഈ ഒരു റൈസിൽ എന്താ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് വൈറ്റമിൻ എയും കൂടെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ആ ഒരു വിള അല്ലെങ്കിൽ ആ ഒരു അരി കഴിക്കുമ്പോഴേക്കും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള, അതായത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള നമുക്ക് റൈസ് കഴിക്കാനായിട്ട് പറ്റും. അതാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ GM ഹാസ് ബീൻ യൂസ്ഡ് ടു ക്രിയേറ്റ് ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് ടു സപ്ലൈ സ്റ്റാർച്ചസ്, ഫ്യൂൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പം ചില പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്താ കിട്ടും? നോർമലി നമുക്ക് സ്റ്റാർച്ച് കിട്ടും അല്ലേ, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സിൽ നിന്ന് ഫ്യൂവൽസ് കിട്ടും. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് പ്ലാന്റ്സിനകത്ത് വരുത്താനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ക്രിയേഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പ് പ്ലാന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണല്ലേ ബാസിലസ് തൂറിഞ്ചെൻസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. BT എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ഈ BT കോട്ടൺ, BT വഴുതനങ്ങ, BT കോൺ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. BT ബ്രിഞ്ചാൾ, ടൊമാറ്റോ എന്ന് പറയുന്ന പല രീതിയിലുള്ള BT കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഈ നമ്മുടെ കർഷകർ ഇങ്ങനെ വഴുതനങ്ങയോ അല്ലെങ്കിൽ പരുത്തിയുടെ കൃഷി, കോട്ടൻ്റെ കൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പം ഒരുപാട് വേംസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വേംസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ കുറേ എന്ത് ചെയ്യും, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്താലും അതിനൊന്നും ഒരു ഫലം കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിലാണ് നമുക്ക് BTയുടെ ഇൻട്രഡക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ BT കോട്ടൺ എന്ന് പറഞ്ഞാൽ ഈ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയും കൂടെ ചേർത്തിട്ടുള്ള, അതായത് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് ഒരു BT ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. BT ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോടോക്സിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രോടോക്സിൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ BT കോട്ടൻ്റെ കാര്യത്തിൽ ഒരു പ്രോടോക്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ പ്രോടോക്സിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഴുക്കൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഇല്ലേ, അതായത് നമ്മുടെ ലെപ്റ്റിഡോപ്റ്റിറൻസ് എന്ന് പറയും. അത് ഈ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരുന്ന നമ്മുടെ പൂമ്പാറ്റയുടെ ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ അതിനെയാണ് ലെപ്റ്റിഡോപ്റ്റിറൻസ് എന്ന് പറയുന്നത്. ദെൻ കോളിയോപ്റ്റിറൻസ് ഉണ്ട്, ഡിപ്റ്റിറൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ചെറിയ ഇൻസെക്റ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പം ഇതിനകത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യും? ഇവരുടെ അകത്തേക്ക് ഈ BT ടോക്സിൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോടോക്സിൻ ആയിരിക്കും. അത് അവരുടെ സലൈവറി അല്ലെങ്കിൽ അവരുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴത്തേനും ഇത് ടോക്സിനായിട്ട് മാറും. അപ്പോൾ ഇത് ടോക്സിനായി മാറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവർ ഇങ്ങനെ, ഇതാണ് കോട്ടൺ പ്ലാന്റ് കേട്ടോ. അപ്പോൾ അവരുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആയിട്ട് അത് സോലുബിളായിട്ട് മാറും, പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ആൻഡ് ദെൻ അവരുടെ എപ്പിത്തീരിയൽ സെൽസ് അല്ലെങ്കിൽ ഗട്ട് റീജിയൻസിലെല്ലാം ചെറിയ പെർഫറേഷൻസ് വരും. പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ദ്വാരം വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഇൻസെക്റ്റിൻ്റെ ഉള്ളു മുഴുവൻ ദ്വാരമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഹോൾസ് പോലെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പെസ്റ്റുകളെല്ലാം ചത്തുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് BT ടോക്സിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് വരുമ്പോൾ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബാസിലസ് തുറിഞ്ചെൻസിൻ്റെ അകത്ത് തന്നെ ഈ ടോക്സിൻ ഉണ്ട്. അപ്പോൾ അത് ടോക്സിൻ അവർക്ക് തന്നെ ടോക്സിക് ആവില്ലേ? അപ്പോൾ അങ്ങനെയല്ല, അവർക്ക് ടോക്സിക് ആവാത്തതിൻ്റെ കാരണം ഇതൊരു പ്രോടോക്സിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ടോക്സിക് അല്ലാതെ അതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു വേർഷനിലാണ് ഇരിക്കുന്നത്. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ടോക്സിനായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ടോക്സിൻ കോഡ് ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീനിൻ്റെ പേരാണ് ക്രൈ ജീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്രൈ ജീനുകളുണ്ട്. അപ്പോൾ ക്രൈ ജീനിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് CRY1AC, CRY2AB ആൻഡ് CRY1AB. അപ്പോൾ ഇതിനകത്ത് CRY1ACയും CRY2ABയും എന്തിനെ കൺട്രോൾ ചെയ്യാനാണ്? കോട്ടൺ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യാനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്തോളാം, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. CRY1AC, CRY2AB ആൻഡ് CRY1AB എന്തിനു വേണ്ടിയിട്ടാണ്? കോൺ ബോറർ ആയിട്ടുള്ള കോൺ ബോറർ വേംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോട്ടൺ ബോൾ വേംസും ഉണ്ട്, കോൺ ബോറർ വേംസും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസിൻ്റെ പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ബൈ RNAi, അതായത് RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ്. അതായത് RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ RNA സൈലൻസിങ് എന്നും പറയും. അതായത് ഇപ്പോൾ ഒരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ നമ്മുടെ ഒരു പ്ലാന്റിനെ ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുക, ആ പ്ലാന്റിൽ വന്നിട്ട് ഇങ്ങനെ ഒത്തിരി അവർ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ DNA സിന്തസിസും ഒക്കെ അവിടെ നടക്കും. അതായത് RNA പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ റെപ്ലിക്കേഷൻ്റെ സമയത്താണ് 2 സ്ട്രാൻഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ mRNA സിന്തസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്യുമ്പം ഇവിടെ ഈ ഒരു RNAi എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡും കൊണ്ടായിരിക്കും ഓൾറെഡി ഇവിടെ ഇരിക്കുന്നത് പ്ലാന്റ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു വരുന്ന വൈറസിന് ജീൻ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ജീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയ്ക്ക് ജീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ ആവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെസ്റ്റിൻ്റെ കൺട്രോളാണ് അവിടെ നടക്കുന്നത്. അതാണ് നമ്മുടെ RNA ഇൻ്റർഫെറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്ന് പറയുന്ന മെത്തേഡ്. And the source of this complementary dsRNA could be from the infection by viruses having RNA genome or mobile genetic elements known as transposons which replicate through RNA intermediate. അപ്പം RNA intermediate വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്ത് ആ ഒരു കോംപ്ലിമെൻ്ററി dsRNA ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു ജീനിനെ കോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെലോഡിഗൈനെ ഇൻകോഗ്നിറ്റെ എന്ന് പറയുന്ന ഒരു നെമറ്റോഡാണ് അവിടെ ഉള്ളത്. അതായത് നെമറ്റോഡാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ടുബാക്കോ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു നെമറ്റോഡാണ് ആര്, മെലോഡിഗൈനെ ഇൻകോഗ്നിറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെമറ്റോഡിനെതിരെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു RNA ഇൻ്റർഫെറൻസ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ആൻഡ് ഇതാണ് നമ്മുടെ ടുബാക്കോ പ്ലാന്റിൻ്റെ ആ ഒരു റൂട്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RNA ഇൻ്റർഫെറൻസിലൂടെയാണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പ്രധാന കാര്യം. ടുബാക്കോ പ്ലാന്റിൻ്റെ റൂട്ട്, RNA ഇൻ്റർഫെറൻസ്, ദെൻ എന്താണ് നമ്മുടെ മെലോഡിഗൈനെ ഇൻകോഗ്നിറ്റെ എന്ന് പറയുന്ന ആ ഒരു നെമറ്റോഡിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വെക്ടർ, അതെന്താണ്, ഒരു നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് ആണ് ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ആൻഡ് ഇതെന്താണ്, 2 സെൻസും ആൻറ്റി സെൻസും ആയിട്ടുള്ള RNA അവിടെ ഹോസ്റ്റ് സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാകുമ്പോൾ അവിടെയും എന്ത് സംഭവിക്കുകയാണ്, അങ്ങനെ ഒരു ജീനിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് RNA നമുക്കറിയാം ഒറ്റ സ്റ്റാൻഡിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീനുമായിട്ട് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് ജീനുമായിട്ട് കോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ കോംപ്ലിമെൻ്ററി ജീൻസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ആൻഡ് അതിനെയാണ് നമ്മൾ RNA സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ RNA ഇൻ്റർഫെറൻസ് മെക്കാനിസമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് RNA ഇൻ്റർഫെറൻസ് നടക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പിക്ചർ നോട്ട് ചെയ്ത് വെക്കാം. ഒരു ഡൈസർ ഉണ്ടല്ലേ, അത് വെച്ചിട്ട് ക്ലീവ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ആ ഒരു ജീനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ കിട്ടിയിട്ട് അതിന് നമ്മുടെ താഴോട്ട് വരുമ്പോൾ mRNA സിന്തസൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് മെഡിസിൻസിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി അതിന് ഡ്രഗ്സ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ആ ഒരു ഡ്രഗ്സിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അതിന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ DNA അല്ലെങ്കിൽ നമ്മുടെ ബയോടെക്നോളജി ചെയ്യുന്നത്. ആൻഡ് ദ റീകോമ്പിനൻറ്റ് തെറാപ്യൂട്ടിക്സ് ഡ്യൂ ടു ഇൻഡ്യൂസ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ്. അതായത് നമുക്കറിയാം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അല്ലേ, അതാണ് നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് എന്ന് പറയുന്നത്.
ആൻഡ് നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാണ്, നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് പ്രസൻറ്റ് അബൌട്ട് 30 റീകോംബിനൻറ്റ് തെറാപ്യൂട്ടിക്സ് ഹാവ് ബീൻ അപ്രൂവ്ഡ് യൂസ്. അപ്പോൾ ഇങ്ങനെ പല ഓർഗാനിസംസിൽ നിന്നും എടുത്തിട്ടുള്ള, അതായത് ഏകദേശം 30ഓളം റീകോംബിനൻറ്റ് തെറാപ്യൂട്ടിക്സ് ആണ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താണ്, ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ, പ്രമേഹമൊക്കെ ഉള്ളവർ ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഇൻസുലിൻ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്താണ്, ഡയറക്റ്റ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത്, കഴിക്കുകയല്ല, നമ്മൾ ഡയറക്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ക്യാറ്റൽസ്, പിഗ്സിൽ നിന്നൊക്കെ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, അപ്പോൾ അത് എല്ലാവർക്കും നന്നാവില്ല, അലർജി ആയിരിക്കും ചിലരിൽ. അതായത് ഈ പിഗ്സിൽ നിന്നും ക്യാറ്റൽസിൽ നിന്നൊക്കെ എടുക്കുന്നത് ചില ആളുകൾക്ക് അത് അലർജിക്ക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇതിനൊരു മാറ്റം വരണമല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ഈ കോളെ ബാക്ടീരിയ, എസ്ചെരീഷ്യ കോളയിൽ നിന്നാണ് ഹ്യൂമൻ ഇൻസുലിൻ എടുത്ത് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കുമ്പം അവിടെ എന്തൊക്കെ ഉണ്ടാവും, ഒരു എ ചെയിനും ബി ചെയിനും സി ചെയിനുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എ ചെയിനും ബി ചെയിനും ഒരു ഡൈസൾഫൈഡ് ബ്രിഡ്ജ് വെച്ചിട്ടാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു പ്രോ ഇൻസുലിൻ ആണ്. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സി ചെയിൻ കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് നമുക്ക് എയും ബിയും ചേർന്നിട്ടുള്ള ആദ്യം ഒരു പ്രോ ഇൻസുലിൻ കിട്ടുന്നത്. ആൻഡ് പ്രോ ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രോസസ്സിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മെച്യൂർ ആയിട്ടുള്ള ആക്റ്റീവ് ഇൻസുലിൻ ആയിട്ട് മാറുന്നത്. അപ്പം ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത് അല്ലേ, നോക്ക് ഇവിടെ നമുക്ക് എയും ബിയും സിയും ചെയിൻ കാണാനായിട്ട് പറ്റും. അതിനകത്ത് സി ചെയിൻ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. ആൻഡ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, ഡൈസൾഫൈഡ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള സി പെപ്റ്റൈഡ് ചെയിന് മാറ്റിയിട്ട് അതിന് പ്രോ ഇൻസുലിനായിട്ട് മാറ്റുന്നു. ആൻഡ് പ്രോ ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ഇൻസുലിനായിട്ട് മാറുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, സി പെപ്റ്റൈഡാണ് അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കി എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും അവിടെ തന്നെയുണ്ട്. And the main challenge for producing human insulin using rDNA technology was getting insulin assembled into a mature form. rDNA എന്താണ്, റീകോംബിനൻറ്റ് DNA ടെക്നോളജിയാണ്. അപ്പം ഇവിടെ മെച്യൂർ ആയിട്ടുള്ളൊരു ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റീകോംബിനൻറ്റ് DNA ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് ഈ സി പെപ്റ്റൈഡിനെ കട്ട് ചെയ്തപ്പോൾ നമുക്കൊരു പ്രോ ഇൻസുലിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളാണ് നമ്മുടെ എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി. ആ അമേരിക്കൻ കമ്പനിയാണ് ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെയിൻസ് വെച്ചിട്ട് ഈ ഒരു കറക്റ്റായിട്ട് എന്ത് ചെയ്തത്, നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ നിർമ്മിച്ചെടുത്തത് കേട്ടോ. അവരാണ് ആദ്യമായിട്ട് ഇൻസുലിൻ നിർമ്മിച്ചെടുത്തത്. ആൻഡ് എ ആൻഡ് ബി ഓഫ് ഇൻസുലിൻ ചെയിൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ അവർ എയും ബിയും എന്ത് ചെയ്യാൻ തുടങ്ങി, ആദ്യം ഒരുമിച്ചാണല്ലോ ഉണ്ടായിരുന്നത്, അത് സെപ്പറേറ്റഡ് ആക്കാൻ തുടങ്ങി. ആൻഡ് ദീസ് ടു പോളിപെപ്റ്റൈഡ് ചെയിൻസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് കമ്പൈൻഡ് ബൈ ക്രിയേറ്റിംഗ് ഡൈസൾഫൈഡ് ബോണ്ട്. അപ്പോൾ ഈ എലി ലില്ലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇങ്ങനൊരു ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നത്. ആൻഡ് ഹ്യൂമൻ ഇൻസുലിൻ അല്ലേ, ഇത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഹ്യൂമൻ ഇൻസുലിനെ എന്താണ് വിളിച്ചിരുന്നത്, ഹ്യൂമിലിൻ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ഇൻസുലിൻ്റെ കാര്യത്തിൽ വരുന്നത്. ആ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ടുപിടിച്ച ഒരു കമ്പനി, അതുപോലെ തന്നെ എന്താണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് എന്നുള്ളതും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ദെൻ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് ജീൻ തെറാപ്പിയാണ് അല്ലേ. അപ്പോൾ ജീൻ തെറാപ്പി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ, എന്തായിരിക്കും ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീനുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നല്ല ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ഇത് എപ്പോഴും നമ്മൾ മെച്യൂർ ആയി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ജീൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇത് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ എംബ്രിയോണിക് സ്റ്റേജിൽ ആവുമ്പോഴാണ് ഈ ജീൻ തെറാപ്പി കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുന്നത്. കാരണം എന്താണ്, നമ്മൾ ചെറിയ എംബ്രിയോ സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ ജീൻ തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഗ്രോയിങ് സ്റ്റേജിലും വീണ്ടും ആ ഒരു ജീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമാണ് നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, പഴയ ജീൻ തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
And a person born with hereditary disease can be cured by correction of defective gene. മെയിനായിട്ട് എന്താണ്, മെയിനായിട്ട് ഇന്ന ഒരാൾക്ക് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെ ഹെറിഡിറ്ററി ഡിസീസസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും അമ്മയിൽ നിന്ന് മക്കളിലേക്കോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് മകളിലേക്കോ ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഡിസീസസ് കുറേ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഡിസീസസിനെ നമുക്ക് ഒരു പരിധി വരെ എന്തിലൂടെ മാറ്റാൻ പറ്റും, ജീൻ തെറാപ്പിയിലൂടെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നോർമൽ ജീനിനെ ഈ ഒരു ഇൻഡിവിജ്വൽ എംബ്രിയോയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫക്റ്റീവ് ജീനിനെ മാറ്റിയിട്ടാണ് ഇവിടെ ജീൻ തെറാപ്പി നടക്കുന്നത്. ആൻഡ് അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ജീൻ തെറാപ്പി ചെയ്തിട്ടുള്ളത് ഏതൊരു അസുഖത്തിനാണെന്നറിയോ, അഡിനോസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസിന് വേണ്ടിയിട്ടാണ്. ഒരു 4 year old ചൈൽഡിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ജീൻ തെറാപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ജീൻ തെറാപ്പി എവിടെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 4 year old ചൈൽഡിലാണ്. അത് ഏത് അസുഖത്തിന് വേണ്ടിയിട്ടായിരുന്നു, അഡിനോസിൻ ഡി അമിനേസ് അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം അഡിനോസിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ, ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണത്. അപ്പം ADA ഇല്ലാത്തവർ എന്ത് ചെയ്യും, ADA ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വലിന് എപ്പോഴും അസുഖങ്ങളായിരിക്കും. അസുഖം വന്നിട്ട് വേഗം തന്നെ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ജീൻ തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തടയാനായിട്ട് പറ്റും. ആൻഡ് ADA ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നോർമലി ഒരു ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്, വീണ്ടും ബ്ലഡിൽ നിന്ന് എടുക്കുന്നു, ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ടെക്നോളജിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോൺ മാരോയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ബോൺ മാരോ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പല ബ്ലഡ് സെൽസും ഉണ്ടായി വരുന്ന എവിടെ മക്കളെ, ബോൺ മാരോയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ ബോൺ മാരോയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഇത് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടിരിക്കും. കാരണം വീണ്ടും അവിടെ നിന്ന് ഉണ്ടായി വരുന്ന ബ്ലഡ് സെൽസ് എല്ലാം നല്ല രീതിയിലുള്ള ബ്ലഡ് സെൽസ് ആയിരിക്കും അല്ലേ, അതായത് ADA ഡെഫിഷ്യൻസി ഇല്ലാത്ത ബ്ലഡ് സെൽസ് ആയിരിക്കും. ആൻഡ് ഓൾസോ ADA ഡെഫിഷ്യൻസി RDNA, അതായത് റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടും അതായത് ജീൻ തെറാപ്പി യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ക്യൂർ ചെയ്യാവുന്നതാണ്. And the first step is that lymphocytes from blood of the patient are grown in a culture medium outside the body. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലിംഫോസൈറ്റ്സ് അല്ലേ, ലിംഫോസൈറ്റ് സെൽസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് പ്രത്യേക ഒരു കൾച്ചർ മീഡിയത്തിലേക്ക് ലിംഫോസൈറ്റ്സിനെ എടുത്തിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യണം, അതായത് ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്ത് അവിടെ ലിംഫോസൈറ്റ്സിനെ ഇട്ടിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരെ, ലിംഫോസൈറ്റ്സിൽ റിട്രോ വൈറൽ വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ADAC DNA എന്ന് പറയുന്ന ആ ഒരു റിട്രോ വൈറൽ വെക്ടറിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വീണ്ടും നമുക്ക് നല്ല ലിംഫോസൈറ്റ്സ്, മോഡിഫൈ ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റ്സിനെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മോളിക്കുലാർ ഡയഗ്നോസിസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ്. ദ എഫക്റ്റീവ്നെസ് ഇൻ ക്യൂറിങ് എ ഡിസീസ്. അപ്പോൾ നമുക്കറിയാം മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുക അല്ലേ. നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡിസീസ് ഡിപ്പെൻഡൻസ് ഓൺ ഇറ്റ്സ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് പാത്തോഫിസിയോളജി. എങ്ങനെയാണ് നമ്മുടെ ഒരു അസുഖം അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്ത് കണ്ടീഷനാണുള്ളത് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ് ഈസ് നോട്ട് പോസിബിൾ ബൈ നമുക്കറിയാം കൺവെൻഷണൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക, യൂറിൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു അസുഖത്തിൻ്റെ ഏർലി ഡയഗ്നോസിസ് ഒന്നും നടക്കില്ല അല്ലേ. നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് മാത്രമേ ഇതിലൂടെ പറ്റുള്ളൂ. അപ്പോൾ ഏർലി ഡയഗ്നോസിസ് നടത്താൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളതാണല്ലേ, നമ്മുടെ കൊറോണ വന്ന സമയത്ത് എപ്പോഴും കേട്ടിട്ടുള്ളതാണ് എന്താ, RT-PCR അല്ലേ. RT-PCR നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉണ്ട്, RT-PCR അല്ലെങ്കിൽ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ്, നമ്മുടെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. നമ്മുടെ എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് എലൈസ ഉള്ളത്, എയ്ഡ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്
എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തുന്നുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എന്താണ്, നമ്മുടെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി മുഖേന വന്നിട്ടുള്ള ടെസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Okay, and usually these infestations are detected only at the outset of symptoms. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ മാത്രമാണ് നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ എനിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാത്തജൻ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ വളരെ ഹൈ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ വെരി ലോ കോൺസെൻട്രേഷനിൽ തന്നെ ഈ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് നമ്മുടെ PCR പോലെയുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അസുഖങ്ങളെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ആൻഡ് PCR ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് HIV ഇൻ സസ്പെക്റ്റഡ് AIDS പേഷ്യൻസ്, ഇൻ മ്യൂട്ടേഷൻ ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് PCR, അതായത് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് HIV ഉള്ളവരല്ല, നമ്മുടെ സസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മൾക്ക് HIV ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും HIV ഉണ്ടോ എന്ന് അറിയാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിൽ അവർക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ടെക്നോളജി യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് എ പ്രോബ് ഈസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ്. എന്താണ് ഒരു പ്രോബ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രോബ് എന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ RNA സ്ട്രാൻഡ് വിച്ച് ഇസ് ടാഗ്ഡ് വിത്ത് ദ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുമ്പം ആ ഒരു റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്തൊരു സംഭവം ഉണ്ടാവും. കാരണം നമുക്ക് അതിലൂടെ റീഡ് ചെയ്യാൻ പറ്റും. ഈ റേഡിയോ ആക്ടിവിറ്റി നോക്കിയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോബ് എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രോബ് ഈസ് അലൗഡ് ടു ഹൈബ്രിഡൈസ് വിത്ത് കോംപ്ലിമെൻ്ററി DNA ഇൻ ക്ലോൺ ഓഫ് സെൽസ്. അപ്പോൾ സെൽസിൻ്റെ കൂടെ തന്നെ അല്ലേ, ഒരു ക്ലോൺ ഓഫ് സെൽസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യാൻ വിടും. അതായത് സെൽസ് ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആരും ഉണ്ടാവും, പ്രോബും ഉണ്ടാവും. ആൻഡ് ദി ഹൈബ്രിഡൈസ്ഡ് DNA, അതായത് ഈ ക്ലോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും, റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. അങ്ങനെ നമുക്ക് അതിനെയാണ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അല്ലേ, മ്യൂട്ടേറ്റഡ് DNA വിൽ നോട്ട് അപ്പിയർ ഓൺ ദി പ്രോട്ടോഗ്രാഫിക് ഫിലിം. അപ്പോൾ നമുക്ക് അവിടെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസിനെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. പ്രോബ് ആയിരിക്കും അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. ആൻഡ് എലൈസ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എലൈസ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ് നമ്മൾ നടക്കുന്നത്, ഏത് പ്രിൻസിപ്പിളിലാണെന്ന് വെച്ചാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷനിലൂടെയാണ് നമ്മൾ എലൈസ ടെസ്റ്റ് നടത്തുന്നത്. അതായത് ഇന്നൊരു ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡീസ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് എലൈസ ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് ഇത്രയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. നമുക്ക് അടുത്തതിലോട്ട് പോകുന്നത് നമ്മുടെ ട്രാൻസ്ജീനിക് ആനിമൽസ് ആണ് അല്ലേ. അപ്പോൾ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പോൾ ട്രാൻസ്ജീനിക് ആനിമൽസ് ആർ ദോസ് വിച്ച് ഹാവ് ബീൻ ജനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ടു പൊസസ് ആൻഡ് എക്സ്പ്രസ് ഫോറിൻ ജീൻ ബൈ പ്രോസസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മളിങ്ങനെ ഫോറിൻ ജീനെ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള ആ ടൈപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ജീനിക് റാറ്റ്സ് വരുന്നുണ്ട്, റാബിറ്റ്സ് ഉണ്ട്, പിഗ്സ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, കൗ ഉണ്ട്, ഫിഷ് ഉണ്ട്, അങ്ങനെ പല 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 ട്രാൻസ്ജീനിക് ആനിമൽസും ഉണ്ട്. ആൻഡ് 90% ഓഫ് ദി എക്സിസ്റ്റിംഗ് ട്രാൻസ്ജീനിക് ആനിമൽസ് ആർ മൈസ്. അപ്പോൾ നമുക്ക് അറിയാം മൈസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ മൈസിനെ യൂസ് ചെയ്യുന്നത്. 90% ഓഫ് ദി ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയുന്നത് എന്താണ്, മൈസ് ആണ്. ആൻഡ് ഇതിൻ്റെ എന്താണ് നമ്മുടെ ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ ബെനിഫിറ്റ്സ്, വെറുതെ എന്തിനാ ഒരു ആനിമലിനെ പിടിച്ച് അതിനകത്തേക്ക് ഫോറിൻ ജീൻ ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രാൻസ്ജീനിക് ആനിമൽസിന് എങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാവും, നമ്മുടെ ജീൻസ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നോർമൽ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് സച്ച് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള സ്റ്റഡി എല്ലാം നടത്താനായിട്ട് പറ്റും. ആൻഡ് ജീൻസ് ഫ്രം അതർ സ്പീഷീസ് ദാറ്റ് ക്യാൻ alter the information of the factor and introduced and biological effects of the studied. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ആനിമലിൽ എന്തൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എന്തെല്ലാം രീതിയിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഇതിലൂടെ നടത്താനായിട്ട് പറ്റും.
ആൻഡ് സ്റ്റഡി ഓഫ് ഡിസീസസ്. അടുത്ത ഒരു ബെനിഫിറ്റ് ആണെന്ന് എന്താണ് സ്റ്റഡി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ജീനിക് ആനിമൽസ് എല്ലാം നമ്മുടെ എങ്ങനെയാണ് ജീൻസ്, ഈ ഓരോ ജീൻസും ഓരോ ഡിസീസസ് ഉണ്ടാക്കുന്നത്, അതുമായിട്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ആനിമൽസിൽ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ട്രാൻസ്ജീനിക് മോഡൽസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ ഡിസീസ് ലൈക്ക് ക്യാൻസർ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ്, സിസ്റ്റിക് ഫൈബ്രോസിസ്. ഈ പറയുന്ന അസുഖങ്ങളെല്ലാം അല്ലേ, ഈ പറയുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അതൊരു മോഡലാണ് അല്ലേ, ട്രാൻസ്ജീനിക് ആനിമൽസ് അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് മോഡൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട്, ഈ അസുഖങ്ങളെ പറ്റിയെല്ലാം നമുക്ക് ആ ആനിമൽസിൽ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആണ്. ആൻഡ് ട്രാൻസ്ജീനിക് ആനിമൽസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രൊഡക്ട്സ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് പല ജീൻസും അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റിനെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്നത്. അതൊരു ഹ്യൂമൻ പ്രോട്ടീൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എംഫിസിമ, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ ഈ മൂവീസിൻ്റെയൊക്കെ ഫസ്റ്റ് എംഫിസിമ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ. അപ്പോൾ ഈ എംഫിസിമ എന്ന് പറയുന്ന അസുഖത്തിന് എതിരെയുള്ള ഒരു ഇതാണ് നമ്മുടെ ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ ഫിനൈൽ കീറ്റോനൂറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജീനെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾക്ക് ഈ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫസ്റ്റ് ട്രാൻസ്ജീനിക് ആനിമലാണ് അല്ലെങ്കിൽ റോസി എന്ന് പറയുന്ന കൗ. അപ്പോൾ ഇത് ആ ഒരു റോസി എന്ന് പറയുന്ന കൗവിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്കാണ് നമുക്ക് ഈ റോസി എന്ന് പറയുന്ന കൗവിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നോക്കിക്കോ, ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു മിൽക്ക് മാത്രം കുടിച്ചാൽ മതി അല്ലേ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആൻഡ് ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ആൽഫ ലാക്റ്റാൽബുമിൻ. ആൻഡ് ഒരു ലിറ്ററിനകത്ത് എത്രയുണ്ട്? എമൗണ്ട് ഓഫ് 2.4 grams ഓളം നമുക്ക് ഒരു ലിറ്ററിന് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ജീനിക് ആവും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് നാലാമത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്. നമ്മളിപ്പം പല പുതിയ വാക്സിനുകളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് ഉണ്ടാക്കി വരുന്നുണ്ട്. അതായത് ബയോടെക്നോളജിക്കലി ഒരുപാട് വാക്സിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും മൃഗങ്ങൾ വേണം അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പം ഏകദേശം പറഞ്ഞ ടെസ്റ്റേഴ്സ് ആയി കഴിഞ്ഞു. നമ്മുടെ കോവിഷീൽഡും കോവാക്സിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ മനുഷ്യരിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് പല ജീവികളിലായിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ജീനിക് ആനിമൽസിനെ, പ്രത്യേകിച്ച് ട്രാൻസ്ജീനിക് മൈസിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ പോളിയോ വാക്സിനൊക്കെ നമ്മൾ ഈ ഒരു മൈസിനകത്താണ് കൂടുതലായിട്ട്. അതുപോലെ തന്നെ മങ്കീസ്, ഇതിനകത്തൊക്കെ നമ്മൾ വേരിയസ് വാക്സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് ഉണ്ട്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യും. അത് എങ്ങനെയാണ് ഒരു ഓർഗാനിസമിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ഒരു ട്രാൻസ്ജീനിക് ആനിമൽസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, എന്താണ് നോൺ ട്രാൻസ്ജീനിക് ആനിമൽസ് അല്ലേ, ബാക്കിയുള്ള ആനിമൽസ് ഒന്നും ട്രാൻസ്ജീനിക് അല്ലാത്തവരാണ്. അപ്പോൾ അതിനകത്തുമായിട്ടുള്ളൊരു കമ്പാരിസണും കെമിക്കൽ ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ കമ്പാരിസണും നമുക്ക് നടത്താനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ദേ ആർ എക്സ്പോസ്ഡ് ടു ദീസ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് എഫക്ട്സ് നോട്ടഡ് ആൻഡ് സ്റ്റഡീഡ് ഇറ്റ്സ് ഗിവ്സ് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസ്ജീനിക് ആനിമൽസിൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് കിട്ടും. ഇങ്ങനെയുള്ള സ്റ്റഡീസ് നടത്തുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ജീനിക് ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് വരും. കാരണം എന്താണ്? ഇതൊരു ജീവിയാണല്ലേ, ഒരു ജീവനാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ വെറുതെ ജീവനുകളെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന് പുറകിൽ കുറേ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് GEAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അതിൻ്റെ ഫുൾ ഫോമാണ് ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ കമ്മിറ്റി അപ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ ട്രാൻസ്ജീനിക് ആനിമൽസിൽ നടത്താനായിട്ട് പറ്റുള്ളൂ. അതായത് GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ.
ഓക്കെ, ഇനി ബയോ പേറ്റന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പലതിനും പേറ്റന്റ് എടുക്കും. പേറ്റന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശത്തിൽ, നമ്മുടെ ഒരു ഇതിൽ ആക്കുക എന്നുള്ളതാണ്. അതായത് ചില പ്രൊഡക്ട്സ്, ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേറ്റന്റ് ഞാൻ എടുത്താൽ വേറൊരാൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ തന്നെ അയാൾ എനിക്ക് എന്ത് തരണം? അതിനുള്ള പൈസ തരണം. അതിനെയാണ് നമ്മൾ പേറ്റൻസി എന്ന് പറയുന്നത്. അപ്പം കുറേ സാധനങ്ങളുണ്ട്, നമ്മുടെ പല ജനറ്റിക് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ യൂസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്, പ്ലാന്റ്സ് എക്സെട്ര, ഇതിനെല്ലാം പല പ്ലാന്റ്സും കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം പേറ്റൻസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്മതമില്ലാതെ ഒരിക്കലും വേറൊരാൾക്ക് അതേ സാധനം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോരോ കൺട്രികൾ ഓരോരോ സാധനങ്ങൾക്ക് പേറ്റൻസി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളതാണ് നമ്മുടെ ബസ്മതി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസ്മതി റൈസ് എന്ന് പറയുന്നത് യുണീക്ക് അരോമയും ആ ഫ്ലേവർ, നമ്മുടെ ബിരിയാണി കഴിക്കുന്ന അരിയാണല്ലോ, അപ്പോൾ അതിന് ഭയങ്കര അരോമയും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഈ അരി എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്ത അരിയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്ത അരിയാണ്, ഇന്ത്യയിലാണ് ഒരുപാട് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ അമേരിക്കക്കാരെന്താ ചെയ്തത്? ഇവിടുന്ന് അത് അടിച്ചുകൊണ്ട് പോയി അവരിതിൻ്റെ പേറ്റൻസി എടുത്തു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം അമേരിക്കയിൽ ഇങ്ങനെ പേറ്റൻസി എടുത്തപ്പോൾ ഇന്ത്യക്ക് അതൊരു അടിയായി. കാരണം എന്താണ്? നമ്മൾ ആ സാധനം ഇനി കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദം വേണം എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കാശ് കൊടുത്താലേ നമുക്ക് ബസ്മതി റൈസ്, നമ്മുടെ സ്വന്തം റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട്, ഒരു 27ഓളം ബസ്മതി റൈസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് ആകെ 5 or 6 ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയുണ്ട്, അപ്പോൾ നമ്മുടെയാണ് ഒറിജിനൽ സാധനം എന്ന് നമ്മൾ പറഞ്ഞ് പേറ്റൻസി നമ്മൾ തിരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്നത് അല്ലേ. മഞ്ഞളിനെ, ടേമറിക്കും അവർ ഇതുപോലെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഫാമേഴ്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് പോയിട്ട് ഈ വെറൈറ്റീസ് എല്ലാം ശേഖരിച്ചതിന് ശേഷം നമ്മളിതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്തു. അങ്ങനെ നമുക്ക് എന്തെല്ലാം കിട്ടി? ബസ്മതി റൈസിൻ്റെ പാറ്റൻസിയും പിന്നെ നമ്മുടെ ടേമറിക്കിൻ്റെ പാറ്റൻറ്റും നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ബയോ പൈറസി എന്ന് പറയുന്ന ടേമാണ്. പൈറസി, നമ്മൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ അല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ പൈറസി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ചു മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബയോ പൈറസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അമേരിക്ക ചെയ്തത് ബയോ പൈറസി തന്നെയാണല്ലേ. ഇവിടെയുള്ള സാധനത്തിനെ അവർ മെല്ലെ അടിച്ചുകൊണ്ട് പോയിട്ട് അയ്യോ ഇത് ഞങ്ങളുടെ ആണെന്നുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് ബയോ പൈറസി എന്ന് പറയുന്നത്. അപ്പം biopiracy is the term used to refer the use of bio-resources or multinational companies and other organizations without proper authorization from the countries and people concerned without compensatory payment. അപ്പോൾ ഈ നമ്മളിപ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീൻ്റെ യാതൊരുവിധ ആ ഒരു ഓതറൈസേഷനും ഇല്ലാതെ ഈ പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ അതർ ആൾക്കാരോ ഇത് തട്ടിക്കൊണ്ട് പോകുന്നതിനെയാണ്, ഇത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ പൈറസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബയോ പൈറസി എന്ന് പറയുന്ന മെനി കൺട്രീസിൽ നമ്മളിങ്ങനെ അൺഓതറൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷനൊക്കെ കാണാറുണ്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബയോ പൈറസി വരെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് മക്കൾ പ്രധാനമായിട്ട് നമ്മുടെ BT കോട്ടൺ ആൻഡ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷന്, പിന്നെ കുറച്ച് നമ്മുടെ ട്രാൻസ്ജീനിക് ആനിമൽസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ ബയോ പേറ്റൻറ്റ്, ബയോ പൈറസി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. കാരണം ഇത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സയൻസാണ്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.